കോഴിക്കോട് ഐ ഗ്രൂപ്പ് യോഗം ചേർന്നതിൽ ഇപ്പോൾ നടപടി വേണ്ടെന്ന് കെപിസിസിയിൽ ധാരണ. തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടി വിപരീത ഫലമുണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. ഐ ഗ്രൂപ്പ് നേതാക്കളെ വിളിച്ചു വരുത്തേണ്ടെന്ന് അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീരുമാനിച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷഹീദ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പതിഞ്ഞ നിലപാട്? സനീഷ്, വയനാട് സീറ്റ് ഐ ഗ്രൂപ്പിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് എ ഗ്രൂപ്പിന് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു കോഴിക്കോട് കഴിഞ്ഞ ദിവസം കെപിസിസി ജനറൽ സെക്രട്ടറിമാരിലൊരാളായ എൻ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ രഹസ്യയോഗം ചേർന്നത്. ഇതിൽ കെപിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നും ഇവരെ നേരിട്ട് ഈ ഗ്രൂപ്പ് യോഗം ചേർന്ന നേതാക്കന്മാരെ നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ പോകേണ്ടെന്നാണ് ഇപ്പോൾ കെപിസിസി പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോടെത്തിയ അദ്ദേഹം ഇന്ന് പക്ഷേ അത്തരത്തിലൊരു നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ നടപടികളിലേക്ക് നീങ്ങുന്നത് വിപരീത ഫലമുണ്ടാക്കുമെന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ കെപിസിസി നേതൃത്വത്തിന്, പ്രത്യേകിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോകണ്ട എന്നൊരു തീരുമാനം എത്തിയത്. ഒപ്പം തന്നെ ഈ വരും ദിവസങ്ങളിൽ ഇതേപോലെ സമാനമായ രീതിയിലുള്ള ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നൊരു തീരുമാനം ഐ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും പ്രാദേശികമായി ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് പോകണ്ടെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കന്മാർക്കിടയിലും പ്രത്യേകിച്ച് മലബാർ, വയനാട്, കോഴിക്കോട് മേഖലയിലുള്ള നേതാക്കന്മാരുടെ ഇടയിലും ഇപ്പോൾ ഒരു ധാരണയിലുണ്ട്. തെരഞ്ഞെടുപ്പ് കാല സമയത്ത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടതില്ല, മറിച്ച് തങ്ങളുടെ ഒരു പ്രതിഷേധം, അതായത് വയനാട് സീറ്റ് വിട്ടു നൽകിയതിൽ പ്രതിഷേധം അറിയിച്ചു. ഒപ്പം തന്നെ അതിന് പകരമായി, വയനാട് വിട്ടു നൽകിയതിന് പകരമായി കോഴിക്കോട് DCC പ്രസിഡന്റ് എ ഗ്രൂപ്പിൽ നിന്നും ഐ ഗ്രൂപ്പിന് നൽകണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ ഏകദേശം നന്ദി ഷഹീദ് വിവരങ്ങൾക്ക്.